ആലപ്പുഴ ജില്ലയിലെ നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളുടെ ഉച്ചകോടി സംഘടിപ്പിച്ചു. കേരളത്തിലെ യുവജനതയ്ക്ക് മത്സരാധിഷ്ഠിതമായ ലോകത്തിൽ മുൻനിരയിലെത്താൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലനം ഉറപ്പാക്കണമെന്ന് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് മന്ത്രി പി പ്രസാദ്. ലോകം അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതിനനുസരിച്ച് നമ്മുടെ യുവാക്കളെ മാറ്റിയെടുക്കേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ ഗവൺമെന്റുകൾ, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും എല്ലാം നിരവധിയായ പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിക്കുന്നുണ്ട്. ഈ കാര്യം കൊണ്ട് മാത്രം നൈപുണ്യ വികസനം എന്നതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് എത്താൻ കഴിയുകയില്ല. ഇവിടെയാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് കണക്ക് കൂട്ടുന്ന തരത്തിലുള്ള ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് സർക്കാർ അത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ട്രെയിനിങ് സർവീസ് പ്രൊവൈഡേഴ്സിനെ, TSPകളെ അവരുമായിട്ടൊരു ആശയവിനിമയം നടത്തുന്നതിനും അവരെ ഈ കാര്യത്തിൽ ഗവൺമെൻറ് കണക്കിലെടുക്കുന്ന ഈ പദ്ധതികളുമായി യോജിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഉച്ചകോടിക്ക്, ഒരു സമ്മിറ്റിന് ആലപ്പുഴയിൽ ഒരു വേദി ഒരുക്കിയിരിക്കുന്നത്. നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഈ സമ്മിറ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കട്ടെ. ജില്ലയുടെ നൈപുണ്യ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളുടെ ഉച്ചകോടി ആലപ്പുഴ ഹവേലി ബാക്ക് വാട്ടർ റിസോർട്ടിലാണ് സംഘടിപ്പിച്ചത്. ഉദ്ഘാടന യോഗത്തിൽ PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷനായിരുന്നു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, സംസ്ഥാന നൈപുണ്യ വികസന മിഷൻ മാനേജിംഗ് ഡയറക്ടർ സൂഫിയാൻ അഹമ്മദ്, സബ് കളക്ടർ സമീർ കിഷൻ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ലിറ്റി മാത്യു, കേസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ TV വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ നൈപുണ്യ സമിതിയും സംസ്ഥാന നൈപുണ്യ വികസന മിഷനും ജില്ലാ ഭരണകൂടവും സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. 146 നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുത്തത്. ജില്ലയുടെ നൈപുണ്യ വികസന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നിലവിൽ നൈപുണ്യ പരിശീലന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പൊതു സ്വകാര്യ നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഉച്ചകോടി നടന്നത്. സംസ്ഥാനത്ത് ഇതുവരെ 7 ജില്ലകളിൽ നൈപുണ്യ പരിശീലന ദാതാക്കളുടെ ഉച്ചകോടി പൂർത്തിയായിട്ടുണ്ട്. ബാക്കി ജില്ലകളിൽ കൂടി പൂർത്തിയാകുമ്പോൾ സംസ്ഥാനം നൈപുണ്യ വികസന പ്രവർത്തനങ്ങളിൽ വലിയ മുന്നേറ്റത്തിനാകും സാക്ഷ്യം വഹിക്കുക. നെൽകർഷകരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് തോമസ്. കുട്ടനാട്ടിലെ കാർഷിക മേഖലയെ തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടനാട്ടിലെ നെൽകർഷകരെ തകർത്തുകൊണ്ട് അന്യസംസ്ഥാനത്തു നിന്നും കുട്ടനാട്ടിലേക്ക് അരി എത്തിച്ച് കുട്ടനാടൻ കർഷക സമൂഹത്തെ ഇല്ലാതാക്കാനുള്ള ഗൂഢനീക്കത്തെ ചെറുത്തു തോൽപ്പിക്കുമെന്നും അഡ്വക്കേറ്റ് ബിനോയ് തോമസ് പറഞ്ഞു. നമുക്കറിയാം, നെൽകർഷകരെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് അവരെ ഇല്ലാതാക്കിക്കൊണ്ട് അന്യ സംസ്ഥാനക്കാരുടെ നെല്ലിന് ഇവിടെ കേരളത്തിലേക്ക് വരുവാനും ഇവിടെ അരിയാക്കി കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കാനുമാണോ ഇവിടെ ഗവൺമെൻറ് ശ്രമിക്കുന്നതെന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇവിടെ സംസാരിച്ച ആളുകളൊക്കെ ഈ പ്രദേശത്തെ നെൽകർഷകർ അനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വതമായ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നതിന് വേണ്ടി നമ്മുടെ രാഷ്ട്രീയ കിസാൻ മഹാസംഘിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ വിവിധ കർഷക സംഘടനകളെയും അതോടൊപ്പം തന്നെ അനുഭവമുള്ള മുഴുവൻ ആളുകളെയും ചേർത്തുകൊണ്ട് വളരെ വിശദമായ വിപുലമായ ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ആ സെമിനാറിൻ്റെ പശ്ചാത്തലത്തിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങൾ മുഴുവൻ ചേർത്ത് വെച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിനും അതോടൊപ്പം തന്നെ നമ്മളെ സഹായിക്കുന്ന ആളുകളെയും ഈ പ്രശ്നപരിഹാരത്തിന് അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ സമീപിക്കുവാനും ഈ പ്രദേശത്തെ, കുട്ടനാടൻ പ്രദേശത്തെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാകാത്ത പക്ഷം അതിശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുമ്പോട്ട് പോകുവാനും നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ നെല്ലിൻ്റെ താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് നെല്ലിൻ്റെ വില വർദ്ധിപ്പിച്ച് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ബിനോയ് തോമസ് ആവശ്യപ്പെട്ടു. മങ്കൊമ്പിൽ നടത്തിയ കൺവെൻഷനിൽ ജില്ലാ പ്രസിഡന്റ് G ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. രാഷ്ട്രീയ കിസാൻ മഹാസംഘ് ദേശീയ കോർഡിനേറ്റർ KV ബിജു മുഖ്യപ്രഭാഷണം നടത്തി. ഭാരവാഹികളായ ജോർജ് സിറിയക്, ഔസേപ്പച്ചൻ ചെറുകാട്, നൈനാൻ തോമസ് മുളപ്പാമഠം, CT തോമസ് കാച്ചാങ്കോടം, അയ്യാപറമ്പ് രാമചന്ദ്രൻ, ഇൻഫാം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടോം ജോസഫ് അരക്കപ്പറമ്പ്, ചാക്കപ്പൻ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ഡിസംബർ 7, 8 തീയതികളിൽ രാഷ്ട്രീയ കിസാൻ മഹാസംഘിൻ്റെ നേതൃത്വത്തിൽ കർഷക സംരക്ഷണ കൺവെൻഷൻ, പ്രതിനിധി സമ്മേളനം, കർഷക ഉച്ചകോടി, കാർഷിക മേഖലയിലെ ശാസ്ത്രജ്ഞർ നയിക്കുന്ന സിമ്പോസിയം എന്നിവ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വ്യാപാരികൾക്ക് വാടകയ്ക്ക് മേൽ 18% അധിക GST ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തം. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ
GST ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും. EMS സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ ജില്ലയിലെ നൂറുകണക്കിന് ഹോട്ടൽ ഉടമകളും ഭക്ഷ്യോൽപ്പന്ന മേഖലയിൽ പ്രവർത്തിക്കുന്നവരും പങ്കെടുത്തു. തുടർന്ന് GST ഡിവിഷൻ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ KHRA സംസ്ഥാന പ്രസിഡന്റ് G. ജയപാൽ ഉദ്ഘാടനം ചെയ്തു. 18% GST ഏർപ്പെടുത്തിയ വ്യാപാര വിരുദ്ധ നടപടി പിൻവലിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിഷേധം വീടുകൊണ്ട് നിൽക്കുന്നില്ല. നാം കണ്ടതാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആദ്യമായിട്ട് പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യാൻ സാധിച്ച ഒരു സംഘടനയാണെങ്കിൽ അടുത്ത മാസം ഈ റിവേഴ്സ് മെക്കാനിസം എന്നുള്ള കടമ്പ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ റെസ്റ്റോറന്റ് മേഖലയ്ക്കുള്ള 18% GST ഒഴിവാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത മാസം പാർലമെന്റിന് മുന്നിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തുമെന്ന് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. യാതൊരു സംശയവും വേണ്ട. GST മാത്രമാണോ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കാത്തത്? നമ്മളെല്ലാവരും ഒരു കുടുംബം നടത്തുന്നവരാണ്. വ്യാപാരികൾ മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട് ഒരു കുടുംബം. ഇന്ന് കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റിച്ചുകൊണ്ടാണ് വില കൂടുതലുണ്ടായിരിക്കുന്നത്. എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ്. 1 കിലോ സവാളയ്ക്ക് 80 രൂപ എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം 1/2 കിലോ സവാള മതിയായിരിക്കും. പക്ഷെ ഒരു വ്യാപാരി, ഒരു ചെറിയ ഭക്ഷണവിതരണശാലയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സാധാരണ കച്ചവടം നടക്കുന്ന ഒരു വ്യാപാരിക്ക് പോലും 1 ചാക്ക് സവാള 50 കിലോ സവാള വേണ്ടി വരും ഒരു ദിവസം. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം സവാളയാണ്. 50 കിലോ സവാളയ്ക്ക് 80 രൂപ വില വരുമ്പോൾ ഒരു ദിവസം 2500 രൂപയ്ക്ക് സവാളയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ടി വരികയാണ്. അതിനോടൊപ്പം തന്നെ ഗ്യാസ്, നമുക്കറിയാം അന്താരാഷ്ട്ര മാർക്കറ്റില് ഗ്യാസിന് വില കുറയുമ്പോൾ നമ്മുടെ സർക്കാർ 1 രൂപ കുറയ്ക്കും. അവിടെ 1000 രൂപ കുറഞ്ഞാൽ ഇവിടെ 1 രൂപ കുറയ്ക്കും. അല്ലെങ്കിൽ അവിടെ 10 രൂപ ഡോളർ കുറഞ്ഞാൽ ഇവിടെ 1 രൂപ കുറയ്ക്കും. പക്ഷെ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള വിലക്കയറ്റം ഉണ്ടായാൽ ഇവിടെ അപ്പം തന്നെ 150-160 രൂപ ഓരോ മാസവും കൂട്ടുകയാണ്. പ്രതിഷേധ യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് മനാഫ് S. കുബാബ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി നാസർ B. താജ്, റോയി മഡോണ, V. മുരളീധരൻ, MA കരീം, SK നസീർ, കബീർ റഹ്മാനിയ, ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജോളിച്ചൻ, രാജേഷ് പടിപ്പുര തുടങ്ങിയവർ സംസാരിച്ചു. വേലിയേറ്റത്തിന്റെ തോതനുസരിച്ച് തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ ക്രമീകരിക്കുന്നതിന് നടപടി സ്വീകരിക്കും. ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. വൃശ്ചിക വേലിയേറ്റവുമായി ബന്ധപ്പെട്ട് കുട്ടനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഉപ്പുവെള്ളം കയറുന്നത് ഒഴിവാക്കുന്നതിനായി തണ്ണീർമുക്കം ബണ്ടിന്റെ 28 ഷട്ടറുകൾ വേലിയേറ്റത്തിന്റെ തോതനുസരിച്ച് ക്രമീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. കുട്ടനാട് MLA തോമസ് K. തോമസും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇത് സംബന്ധിച്ച നടപടി സ്വീകരിക്കുന്നതിന് ആലപ്പുഴ ഇറിഗേഷൻ മെക്കാനിക്കൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തി. ഷട്ടറുകൾ ക്രമീകരിക്കുമ്പോൾ ഇരുവശങ്ങളിലുമുള്ള മത്സ്യത്തൊഴിലാളികളുടെ ജീവനോപാധികളെ ബാധിക്കില്ല എന്ന് കോട്ടയം, ആലപ്പുഴ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർമാർ ഉറപ്പുവരുത്തേണ്ടതാണെന്നും ഇതിനായി മത്സ്യത്തൊഴിലാളികൾക്ക് മുൻകൂർ അറിയിപ്പ് നൽകേണ്ടതാണെന്നും യോഗത്തിൽ നിർദ്ദേശം നൽകി. ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ C. പ്രേംജി, മെക്കാനിക്കൽ വിഭാഗം ആലപ്പുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ R. പ്രദീപ് കുമാർ, വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ആലപ്പുഴയിൽ വീടുകളിൽ വീണ്ടും മോഷണം. കോമളപുരത്തെ വീടുകളിലാണ് മോഷണവും മോഷണ ശ്രമവും നടന്നത്. കുറുവാ സംഘമെന്നാണ് സംശയം. പുലർച്ചെ വാതിൽ പൊളിച്ച് അകത്ത് കിടന്ന സംഘം വീട്ടമ്മയുടെ കഴുത്തിൽ കിടന്ന മാല കവർന്നു. മണ്ണഞ്ചേരി പഞ്ചായത്തിലെ താമസക്കാരനായ അജയകുമാറിന്റെ ഭാര്യ ജയന്തിയുടെ മാലയാണ് സംഘം മോഷ്ടിച്ചത്. മോഷണത്തിന് പിന്നിൽ കുറുവാ സംഘമെന്നാണ് സംശയം. മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പുലർച്ചെ 1 മണിക്കും 2 മണിക്കും ഇടയിലാണ് സംഭവം. ഇതിനു പുറമെ പ്രദേശത്തെ 3 വീട്ടിലും മോഷണശ്രമം നടന്നതായി പറയുന്നു. ഈ ഭാഗത്ത് നേരത്തെയും കുറുവാ സംഘം എത്തിയതായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. മുഖം മറച്ച് അർദ്ധനഗ്നരായാണ് സാധാരണഗതിയിൽ കുറുവാ സംഘം എത്താറുള്ളതെന്ന് പോലീസ് പറഞ്ഞു. പകൽ ചെറിയ ജോലികളുമായി ചുറ്റിക്കറങ്ങുന്ന സംഘം രാത്രിയാണ് മോഷണത്തിനിറങ്ങുക. എതിർത്താൽ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്യും. സംസ്ഥാനത്ത് പലയിടത്തും ഈ സംഘം മോഷണം നടത്തിയിട്ടുണ്ട്. കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ഇവരുടെ താവളം. കോയമ്പത്തൂർ, മധുര, തഞ്ചാവൂർ എന്നിവിടങ്ങളും ഇവരുടെ കേന്ദ്രങ്ങളാണ്. വീടുകളുടെ പിൻവാതിൽ തകർത്ത് അകത്ത് കയറുന്നതാണ് ഇവരുടെ രീതി. ശരീരത്തിൽ എണ്ണയും കരിയും പുരട്ടും. പിടികൂടിയാൽ വഴുതി രക്ഷപ്പെടാനാണിത്. വീടിന് പുറത്തെത്തി കുട്ടികളുടെ കരച്ചിൽ പോലെയുള്ള ശബ്ദമുണ്ടാക്കുകയോ ടാപ്പ് തുറന്ന് വെള്ളം ഒഴുക്കുകയോ ചെയ്ത് വാതിൽ തുറക്കാൻ വീട്ടുകാരെ പ്രേരിപ്പിക്കാറുണ്ട്. പുറത്തിറങ്ങുന്നവരെ ആക്രമിച്ച ശേഷം അകത്തേക്ക് കയറും. തുടർച്ചയായി ഉണ്ടാകുന്ന മോഷണങ്ങളെ തുടർന്ന് ഭീതിയിലാണ് പ്രദേശവാസികൾ. ആലപ്പുഴ ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നു.
പ്രമുഖ പ്രസാധകർ പങ്കെടുക്കുന്ന പുസ്തകോത്സവം നവംബർ 14 മുതൽ 16 വരെ തുമ്പോളി ശ്രീനാരായണ ഗുരു സ്മാരക സമിതി ഓഡിറ്റോറിയത്തിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലൈബ്രറി വികസന സമിതിയുടെ നേതൃത്വത്തിലുള്ള പുസ്തകോത്സവം ഈ വർഷം നമ്മുടെ ടൗണിൽ നിന്ന് വിട്ട് തുമ്പോളി ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിലുള്ള ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. നഗരത്തിൽ അതിനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ടാണ് അങ്ങോട്ടേക്ക് മാറ്റിയത്. ചെറിയ പരിമിതികളുണ്ടെങ്കിലും 100ഓളം സ്റ്റാളുകളാണ് ഈ വർഷം ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഈ പുസ്തകോത്സവം നമ്മുടെ ജില്ലയിൽ 14, 15, 16 തീയതിയിലാണ്. പുസ്തകോത്സവം മാത്രമല്ല, നമ്മൾ വിവിധ പരിപാടികളാണ് ചെയ്തിരിക്കുന്നത്. ഉദ്ഘാടകൻ ഡോക്ടർ TM തോമസ് ഐസക്കാണ്, നമ്മുടെ പഴയ ധനകാര്യ വകുപ്പ് മന്ത്രി. മുഖ്യപ്രഭാഷണം അവിടുത്തെ MLA സഖാവ് PP ചിത്തരഞ്ജനാണ്. പുസ്തക പ്രകാശനം MLA H സലാമാണ്. അതോടൊപ്പം തന്നെ പുസ്തക കിറ്റുകളുടെ ആദ്യ വിൽപ്പന ഞങ്ങളുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള G കൃഷ്ണകുമാറാണ്. മുഖ്യാതിഥിയായിട്ട് മുനിസിപ്പൽ ചെയർപേഴ്സൺ KK ജയമ്മ പങ്കെടുക്കുന്നു. 100-ലധികം പ്രസാധകരുടെ പുസ്തകങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും സാംസ്കാരികോത്സവവുമായി ആഘോഷിക്കുകയാണ്. 14-ന് രാവിലെ 9:30 മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന യോഗത്തിൽ ലൈബ്രറി വികസന സമിതി പ്രസിഡന്റ് അലിയാർ മാക്കിയിൽ അധ്യക്ഷനായിരിക്കും. PP ചിത്തരഞ്ജൻ MLA മുഖ്യപ്രഭാഷണം നടത്തും. പുതിയ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മവും ഇതോടൊപ്പം സംഘടിപ്പിക്കും. ജില്ലാ ലൈബ്രറി വികസന സമിതി ചെയർമാൻ അലിയാർ മാക്കിയിൽ, കൺവീനർ T തിലകരാജ, അജയ് സുധീന്ദ്രൻ, G കൃഷ്ണകുമാർ, ദീപ്തി അജയകുമാർ, ഉത്തമൻ KV, KK സുലൈമാൻ, S ഷിമ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചങ്ങനാശ്ശേരിയിൽ 52 ഗ്രാം ബ്രൗൺ ഷുഗറുമായി പശ്ചിമ ബംഗാൾ സ്വദേശി എക്സൈസ് പിടിയിൽ. തെങ്ങണ കവലയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും ചെറുപ്പക്കാർക്കും ലഹരി വസ്തുക്കൾ വിൽക്കുമ്പോഴാണ് 37 വയസ്സുകാരനായ മുബാറക് അലി എക്സൈസ് പിടിയിലായത്. ചങ്ങനാശ്ശേരി തെങ്ങണയിൽ 52 ഗ്രാം ബ്രൗൺ ഷുഗറും 20 ഗ്രാം കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ സ്വദേശി മുബാറക് അലിയെ കോട്ടയം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ രാജേഷ് PGയുടെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത്. സിൽവർ നിറത്തിലുള്ള ഫോയിൽ പേപ്പറിൽ അടക്കം ചെയ്ത് ആവശ്യക്കാർക്ക് ലഹരി വസ്തുക്കൾ നൽകുകയാണ് ഇയാളുടെ പതിവ്. മഫ്തിയിൽ കാത്തുനിന്നിരുന്ന എക്സൈസുകാരുടെ മുൻപിൽ വച്ച് ലഹരി കൈമാറ്റത്തിനെത്തിയ ഇയാളെ പിടികൂടുകയായിരുന്നു. ലഹരി വിറ്റ വകയിൽ 35,000 രൂപയും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. ഇയാളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ M നൌഷാദ്, അരുൺ C ദാസ്, പ്രിവൻറ്റീവ് ഓഫീസർ നിഫി ജേക്കബ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KV പ്രശോഭ്, ശ്യാം ശശിധരൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ CB സുജാത, എക്സൈസ് ഡ്രൈവർ ജോഷി എന്നിവർ പങ്കെടുത്തു. AC റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പള്ളാത്തുരുത്തി പാലത്തിന്റെ സ്പാനുകളുടെ ഗർഡറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി നവംബർ 14 വ്യാഴം മുതൽ 16 ശനി വരെയുള്ള ദിവസങ്ങളിൽ രാത്രി 7 മുതൽ രാവിലെ 7 വരെയുള്ള സമയത്തായി നടക്കും. ഈ സമയം ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചതായി AC റോഡ് പ്രോജക്ട് ടീം അറിയിച്ചു. എമർജൻസി വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും പൂപ്പള്ളി ചമ്പക്കുളം SN കവല വഴിയോ അമ്പലപ്പുഴ തിരുവല്ല റോഡ് വഴിയോ പോകേണ്ടതാണ്. ഒരു നാടിന്റെ മനം കവർന്നുകൊണ്ടാണ് കുറുമ്പനാടം സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന വേദിയായി ചങ്ങനാശ്ശേരി ഉപജില്ലാ സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നത്. പ്രതിഭകൾ മാറ്റുരയ്ക്കുന്നത് 12 വേദികളിൽ. പത്തു വർഷങ്ങൾക്ക് ശേഷമാണ് കുറുമ്പനാടത്തിന്റെ മണ്ണിൽ ചങ്ങനാശ്ശേരി ഉപജില്ലാ സ്കൂൾ കലോത്സവം വീണ്ടും എത്തിയത്. 130 വിദ്യാലയങ്ങളിൽ നിന്നായി 6000 പ്രതിഭകളാണ് വിവിധ ഇനങ്ങളിലായി മത്സരവേദികളിൽ മാറ്റുരയ്ക്കുന്നത്. പന്ത്രണ്ട് വേദികളിലായിട്ടാണ് മത്സരം. സംസ്കൃതോത്സവം, അറബിക് കലോത്സവം എന്നിവയും ഇതോടൊപ്പം നടക്കുകയാണ്. സെയിൻറ്റ് ആൻ്റണീസ് LP സ്കൂൾ കുറുമ്പനാടം, ഗവൺമെൻറ് LP സ്കൂൾ, സെയിൻറ്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവയാണ് മറ്റു വേദികൾ. പ്രിൻസിപ്പൽ ജെയിംസ് K മാളിയേക്കൽ, ഹെഡ്മാസ്റ്റർ MC മാത്യു, ജനറൽ കൺവീനർ ജോമോൻ മാത്യു തുടങ്ങിയവരാണ് കലോത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. കലോത്സവം നവംബർ 15-ന് സമാപിക്കും.
ആലപ്പുഴ കൃഷ്ണ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ കിഡ് ഷോ നവംബർ 16-17 തീയതികളിൽ ആലപ്പുഴ YMCAയിൽ നടക്കും. കഴിഞ്ഞ 25 വർഷമായി കൊച്ചുകുട്ടികൾക്കായി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്ന ടാലന്റ് ഷോയാണ് കിഡ് ഷോ. LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ 4 വിഭാഗങ്ങളായി തിരിച്ച് അവരുടെ ബുദ്ധിപരവും കലാപരവുമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ മികച്ച വേദി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കിഡ് ഷോ സംഘടിപ്പിക്കുന്നത്. മറ്റ് കലാമത്സരങ്ങളിൽ നിന്നും വിഭിന്നമായി കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു കലാപരിപാടി വേദിയിൽ അവതരിപ്പിക്കാനുള്ള അവസരവും ഈ പരിപാടിയിലുണ്ട്. ഈ വർഷത്തെ കിഡ് ഷോ നവംബർ 16-17 തീയതികളിലായി ആലപ്പുഴ YMCAയിൽ നടക്കും. ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് IAS ഉച്ചകഴിഞ്ഞ് 2-ന് പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ ആദ്യത്തെ റിയാലിറ്റി ഷോയാണ് കിഡ് ഷോ. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ കഴിഞ്ഞ 25 വർഷങ്ങളായി തുടർച്ചയായി അത് സംഘടിപ്പിച്ചു വരികയാണ്. ഈ വർഷം കിഡ് ഷോയുടെ സിൽവർ ജൂബിലി ഇയറാണ്. കോവിഡ് സമയത്ത് മാത്രം അത് ഓൺലൈനിലേക്ക് മാറുകയും ബാക്കി വർഷങ്ങളിലെല്ലാം ഓൺ സ്റ്റേജ് ആയിട്ട് ചെയ്യുകയും ചെയ്ത ഒരു പ്രോഗ്രാം. ഏതാണ്ട് എല്ലാ വർഷവും ഏതാണ്ട് 500-ന് മുകളിൽ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി. എന്നുവെച്ചാൽ ഇത്രയും വർഷങ്ങൾക്കിടയിൽ 10,000-ന് മുകളിൽ കുട്ടികളാണ്, പ്രത്യേകിച്ചും കൊച്ചുകുട്ടികളുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വേദി ഒരുക്കിയ ആൾക്കാരാണ് കൃഷ്ണ ട്രസ്റ്റ്. അതിൻ്റെ 25ാം വാർഷികം ഈ വർഷം ആഘോഷിക്കുകയാണ്. പത്മഭൂഷൺ ഭരത് മോഹൻലാലാണ് ഈ വർഷത്തെ കിഡ് ഷോയുടെ സിൽവർ ജൂബിലി സെലിബ്രേഷൻ അദ്ദേഹത്തിന്റെ ആശംസകളോടെ അനുഗ്രഹത്തോടു കൂടിയാണ് തുടക്കം കുറിച്ചത്. അതിനുശേഷം നിരവധി കട്ടൻ റൈസ് പ്രോഗ്രാംസ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തു. അതിൽ ഒരു സ്റ്റേറ്റ് ലെവൽ പ്രസംഗ മത്സരം ചെയ്തു. അതിനുശേഷം കുട്ടികൾക്കായിട്ടുള്ളൊരു നിറം പകരൽ കളറിംഗ് മത്സരം ചെയ്തു. പിന്നെ ഓൺലൈനിൽ ചെയ്ത അമ്മയോടൊപ്പം എന്ന് പറയുന്ന അമ്മയ്ക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഈ പ്രോഗ്രാം ചെയ്തു. അങ്ങനെ നിരവധി പരിപാടികൾക്ക് ശേഷമാണ് ഇപ്പോൾ കിഡ് ഷോയിലേക്ക് എത്തി നിൽക്കുന്നത്. ഈ നവംബർ 16-17 തീയതികളിൽ ആലപ്പുഴ YMCA വെച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ ഷോ 2 ദിവസമാക്കി. സാധാരണ ഒരു ദിവസമാണ് നടക്കുന്നത്. ഇപ്രാവശ്യത്തെ ഈ സിൽവർ ജൂബിലി സെലിബ്രേഷന്റെ ഭാഗമായി അത് 2 ദിവസത്തേക്ക് നീട്ടുകയും 17 വൈകിട്ട് 6-ന് നടക്കുന്ന സമ്മാനദാന ചടങ്ങ് ആലപ്പുഴ MP KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. അമ്പലപ്പുഴ MLA H സലാം സമ്മാനദാനം നിർവഹിക്കും. സമാപന ചടങ്ങിന് ശേഷം സിനിമ ടെലിവിഷൻ താരങ്ങൾ അണിനിരക്കുന്ന ഫെസ്റ്റിവൽ മിഷൻ മെഗാ ഷോയും ഉണ്ടായിരിക്കും. പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 9471744462 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണെന്ന് സംഘാടകർ അറിയിച്ചു. ചെത്തിപ്പുഴ തിരുഹൃദയ ദേവാലയത്തിൽ തിരുനാളിനോടനുബന്ധിച്ച് വിപുലമായ ചടങ്ങുകളോടെ ഇടവക ദിനാചരണം നടത്തി. നവംബർ 17-നാണ് പ്രധാന തിരുനാൾ. പ്രധാന തിരുനാൾ ദിനത്തിലെ കർമ്മങ്ങൾ KCV 32-ാം നമ്പർ സ്മാർട്ട് ചാനലിലും കുട്ടനാട് കേബിൾ വിഷൻ എന്ന യൂട്യൂബ് ചാനലിലും തത്സമയം സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ഇടവക ദിനമായ നവംബർ 10 ഞായറാഴ്ച രാവിലെ 9-നായിരുന്നു ആഘോഷമായ വിശുദ്ധ കുർബാന. കോട്ടയം അതിരൂപത സഹായ മെത്രാൻ ഗീവർഗീസ് മാർ അപ്രേമിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കുർബാന. ചെത്തിപ്പുഴ ഇടവകാംഗങ്ങളായ 22ഓളം വൈദികർ സഹകാർമ്മികരായിരുന്നു. 11-ന് വികാരി ഫാദർ തോമസ് കല്ലുകളം CMAയുടെ അധ്യക്ഷതയിൽ പൊതുസമ്മേളനം ചേർന്നു. നിർത്തിരിക്കുന്ന സാഹചര്യങ്ങളെ അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അവിടെ സംതൃപ്തിയോടുകൂടി പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളെ ഉണ്ടാകുന്നിടത്ത് സംതൃപ്തമായ ജീവിതങ്ങളെ ഉണ്ടാകും. ഞാൻ പലപ്പോഴും വേദനിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങളെ ഭവനങ്ങളിലെ കാണുമ്പോൾ പല വ്യക്തികൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള കാര്യം അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു ജീവിത സാഹചര്യങ്ങളെ അവർ അംഗീകരിച്ചതുകൊണ്ട് തന്നെയാണ്. സമ്മേളനത്തിൽ വിവാഹ ജീവിതത്തിൽ 25 വർഷം പൂർത്തീകരിച്ചവരെയും ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചവരെയും വിവിധ പരീക്ഷകളിലെ റാങ്ക് ജേതാക്കളെയും ആദരിച്ചു. സമ്മേളനത്തിന് ശേഷം വിപുലമായ സ്നേഹവിരുന്ന് നടത്തി. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. നവംബർ 16-17 തീയതികളിലാണ് പ്രധാന ആഘോഷങ്ങൾ. പ്രധാന തിരുനാൾ ദിനമായ 17 ഞായറാഴ്ച നടക്കുന്ന കർമ്മങ്ങൾ KCV 32-ാം നമ്പർ സ്മാർട്ട് ചാനലിലും കുട്ടനാട് കേബിൾ വിഷൻ എന്ന യൂട്യൂബ് ചാനലിലും തത്സമയം സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. എടത്തുവ പച്ച ചെക്കടിക്കാട് ലൂർദ്മാത ഹയർ സെക്കൻഡറി സ്കൂളിൽ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് അഖില കേരള കരോക്കെ ഗാനമേള മത്സരം നടന്നു. സ്വരലയം എന്ന പേരിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ ചങ്ങനാശ്ശേരി SB ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. നെടുങ്കുന്നം സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനവും മാന്നാർ നായർ സമാജ ഹയർ സെക്കൻഡറി സ്കൂൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഫ്ലവേഴ്സ് ചാനൽ വോയിസ് ഓഫ് കേരള ഫെയിം അനീറ്റ് മരിയ സജി ഗാനമാലപിച്ച് മത്സരം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ തോമസ് കുട്ടി മാത്യു ചീരമ്പേലിൽ അധ്യക്ഷനായിരുന്നു. PTA പ്രസിഡന്റ് സിനു PV 12,
പ്രോഗ്രാം ചെയർപേഴ്സൺ റോസ്മിനി മാത്യു, ജൂബിലി കൺവീനർ ഷിജോ സേവ്യർ, അധ്യാപിക ചിന്നു മരിയ എന്നിവർ സംസാരിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ചൂളപ്പറമ്പിൽ, സജി കരിക്കമ്പള്ളി, ആന്റണി ചാക്കോ, ജോർജ് കുട്ടി എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. കേരളത്തിലെ 12 ടീമുകൾ ഗാനമേള മത്സരത്തിൽ പങ്കെടുത്തു. സ്വരലയം കൺവീനർ ജിജോ സെബാസ്റ്റ്യൻ മത്സരത്തിന് നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. തിരുവല്ല കുന്നന്താനത്ത് പ്രവർത്തിക്കുന്ന അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അഡ്വാൻസ്ഡ് കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 10ാം ക്ലാസ് വിജയവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ 12ാം ക്ലാസ് വിജയമാണ് യോഗ്യത. 6 മാസത്തെ കോഴ്സായിരിക്കും. വിശദ വിവരങ്ങൾക്ക് 9495999688 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കെൽട്രോൺ നടത്തുന്ന അഡ്വാൻസ്ഡ് ജേർണലിസം ആൻഡ് മീഡിയ സ്ട്രാറ്റജീസ് PG ഡിപ്ലോമ കോഴ്സിലേക്ക് നവംബർ 18 വരെ അപേക്ഷിക്കാം. യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം. പ്രായപരിധിയില്ല. തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലെ കേന്ദ്രങ്ങളിലാണ് ക്ലാസുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് 9544958182 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7065 രൂപ, പവന് 56,520 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.